ഹായ് വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് അയില തേങ്ങ അരച്ചെങ്ങനെയാണ് കറി വെക്കുന്നതെന്നുള്ളത് കാണാം. ഞാനിതിൽ മാങ്ങ ഉപയോഗിച്ചിട്ടില്ല. മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങ ചേർത്തും വെക്കാം. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തേങ്ങ മൊത്തമായിട്ടും എടുത്തിട്ടുണ്ട്. എൻ്റെ ജാർ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഇത് കുറച്ചായിട്ട് തോന്നുന്നത്. പക്ഷേ അതൊരു ചെറിയ തേങ്ങയുടെ മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇടാനുള്ള കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ തയ്യാറാക്കി വെക്കാം. ഞാനൊരു 7-8 വലിയ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ കൊച്ചുള്ളി ഒന്ന് ഇതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം കുറേശ്ശേ ചേർത്ത് വേണം ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ പുറത്തോട്ടൊക്കെ അത് തെറിച്ച് പോകും. ഇനി മിക്സി കഴുകിയ വെള്ളവും കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലിടാനായിട്ട് നമുക്ക് 2 തക്കാളിയും 2 പച്ചമുളകും അരിഞ്ഞെടുക്കാം. നല്ല എരിയുള്ള പച്ചമുളകാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു അരമുറി തക്കാളിയും മാങ്ങയും പുളിവെള്ളവും എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതിനും ടേസ്റ്റാണ്. അല്ലെങ്കിൽ മാങ്ങ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോയിൽ കൂടുതലായിട്ട് അയിലയുടെ പീസസാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻ കഴുകുമ്പം ആ ഒരു സ്മെല്ല് പോകാനായിട്ട് കുറച്ച് നാരങ്ങയോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ വെള്ളത്തിലൊന്ന് ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമുക്കിതൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് നമുക്ക് ആവശ്യത്തിന് ഇത് കുറുക്കിയെടുക്കാം. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ സമയത്ത് ഉപ്പ് പുളിയൊക്കെ നോക്കുക. എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അയില ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വറുത്തെടുക്കുകയാണ്. മസാലയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് നമ്മൾ കടുക് താളിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി നമ്മുടെ തേങ്ങ അരച്ച അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.